എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദിവ്യൻസ് ട്രാവൽ. നമ്മളിപ്പോൾ ഉള്ളത് അന്തോറയിലാണ്. ഈ കാണുന്നത് അന്തോറയുടെ പഴയ പാർലമെന്റ് ആണ്. ഇപ്പോൾ അതൊരു മ്യൂസിയമായി മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ പേര് കാസ ദെൽ വാൾ എന്നാണ്. ഇതൊരു വീടായിട്ടാണ് 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം പണിതത്. ബുസ്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫാമിലിയുടെ വീടായിട്ടാണ് ഇത് പണിതത്. പക്ഷെ ഇത് 1702 ആ ഫാമിലി ഗവൺമെന്റിലേക്ക് ഇത് കൈമാറി. അതിനുശേഷം ഇത് അന്തോറയുടെ പാർലമെന്റായി ഉപയോഗിച്ചു വരികയായിരുന്നു. ഇവിടെയാണ് പാർലമെന്റ് സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത്. അന്തോറയുടെ പഴയ പാർലമെന്റാണ്. ഇപ്പോൾ അതൊരു മ്യൂസിയമാണ്. ഇതിന്റെ പേര് കാസ ദെൽ വാൾ എന്നാണ്. 1702 മുതൽ 2011 വരെ ഇതാണ് അന്തോറയുടെ പാർലമെന്റായി ഉപയോഗിച്ചു വന്നിരുന്നത്. 2011 പാർലമെന്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത് വരെ ഇതായിരുന്നു അന്തോറയുടെ പാർലമെന്റ്. ഈ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അതിനൊരു ടൈമൊക്കെ ഉണ്ട്. ആ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വേണം വരാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ വന്ന സമയം ഇത് ക്ലോസ് ആണ്. നമുക്കിപ്പോൾ അന്തോറയുടെ പുതിയ പാർലമെന്റ് ഒന്ന് പോയി കണ്ടുവരാം. ഈ വഴി കുറച്ച് നടക്കണം. ഇതിലെ റോഡിന് കുറുകെ അവരൊരു പാലമൊക്കെ പണിതിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഇത് ചെറുതാണ്. ഇതിലെ താഴോട്ട് നോക്കിയാൽ അങ്ങ് താഴെ വശമൊക്കെ കാണാം. ഗ്ലാസ് ബ്രിഡ്ജാണ്. പേടിക്കണ്ട, ഇതിലെ നടക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ പാർലമെന്റിന്റെ മന്ദിരത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു പാർക്ക് പോലെ ഒരു സെറ്റ് ചെയ്തേക്കാണ്. ഇവിടെ ഇടയ്ക്ക് പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ക്രിസ്മസിന്റെ പരിപാടികളുമൊക്കെ ഇവിടെയാണ് നടക്കാറ്. കൂടാതെ ചെറിയൊരു പാർക്ക് പോലെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാന് ചെറിയ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഈ കാണുന്നതാണ് അന്തോറയുടെ പള്ളി. അന്തോറ ലാവെല്ലയിലെ പള്ളി ഇതാണ്. ചർച്ച് അന്തോറ ലാവെല്ല. ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഒറിജിനൽ പൂക്കളാണ്. രണ്ട് സൈഡിലും പൂക്കൾ വെച്ചിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ പോയാൽ പള്ളിയിൽ നമുക്ക് ചെന്ന് കയറാം. ഇതാണ് അന്തോറയിലെ പള്ളി. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റ് വഴി നമുക്ക് ഏറ്റവും താഴത്തെ നിലയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണുള്ളത്. അതായത് പാർലമെന്റിന്റെ ടോപ്പില്. ഒരു പരസ്യം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സർക്കസ് നടക്കുന്നുണ്ട്. 6-ാം തീയതി മുതൽ ഓഗസ്റ്റ് 4 വരെ, ജൂലൈ 6 മുതൽ ഓഗസ്റ്റ് 4 വരെ 2024 ഒരു സർക്കസ് നടക്കുന്നുണ്ട്. അതിന്റെ പരസ്യമാണ് ഇവിടെ വെച്ചേക്കുന്നത് ലിഫ്റ്റിന്റെ ഡോറയിൽ. ഇവിടെ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മള് താഴെ മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. എന്റെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് അന്തോറയുടെ പാർലമെന്റ്. അവിടെ ഗവേൺ ദെ അന്തോറ എന്ന് എഴുതിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് അന്തോറ എന്നാണത്. ഇതാണ് അതിന്റെ ഫുൾ വ്യൂ. ഒരു തിരക്കും ഇല്ല. നമ്മുടെ നാട്ടിലെ പോലെ തിരക്കൊന്നും ഇല്ല പാർലമെന്റില്. പിന്നെ അത് തന്നെയല്ല, ഇവിടെ ആകെ 12 മിനിസ്റ്റർമാരാണുള്ളത്. മിനിസ്റ്ററും പ്രസിഡന്റും അവരാണ് ഇവിടെയുള്ളത്. അങ്ങനെ അന്തോറ പാർലമെന്റ് ഇതാണ്. കാണുന്ന മുകളിൽ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ പാർലമെന്റ് മന്ദിരത്തോട് ചേർന്ന് ഇവിടെ ഒരു 7 പ്രതിമകൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, 7 പ്രതിമകൾ. ഇത് രാത്രിയിൽ ഇതിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ വെട്ടമൊക്കെ ഉണ്ടാവും. ഈ 7 പ്രതിമകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അന്തോറയ്ക്ക് 7 സ്റ്റേറ്റുകളാണുള്ളത്. അത് നമ്മളെ നാട്ടിലെ പോലെ സ്റ്റേറ്റുകൾ എന്നല്ല ഇവിടെ അറിയപ്പെടുന്നത്, പാരിഷുകൾ എന്നാണ്, ഇടവകകൾ. ആ 7 ഇടവകകളാണുള്ളത്. ഓരോ പ്രതിമകളും ഓരോ പാരിഷുകളെ അർത്ഥമാക്കുന്നു. അന്തോറയ്ക്ക് 7 ഇടവകകളാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നായ അന്തോറ ലാവെല്ലയാണ് അതിന്റെ ക്യാപിറ്റല്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൂടാതെ അന്തോറ ലാവെല്ല, എസ്കാൽഡേസ്, കാനില്യോ, എൻകാം, ലാ മൻസാന, ഓർഡീനോ, സാൻ ജൂലിയ എന്നിങ്ങനെ 7 സ്റ്റേറ്റുകളാണ് അന്തോറയ്ക്കുള്ളത്. ഇതുവഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്തോറയുടെ ബസ് സ്റ്റേഷനിലേക്ക് എത്തി. ബസ് സ്റ്റാൻഡ്. അന്തോറയ്ക്ക് ആകെ ഒരു ബസ് സ്റ്റാൻഡേ ഉള്ളൂ. അത് ഈ കാണുന്നതാണ്. ഇവിടെ നിന്നാണ് ഇന്റർനാഷണൽ ബസ്സുകളും ലോക്കൽ ബസ്സുകളും
പുറപ്പെടുന്നത്. ഒരു ചെറിയ സ്റ്റാൻഡാണ്, അധികം തിരക്കൊന്നുമില്ല. ഇതിൽ ഈ വലത് സൈഡിൽ ഇന്റർനാഷണൽ ബസ്സുകളും വരും, അപ്പറേ സൈഡിൽ ഇടതുവശത്ത് നമ്മുടെ ലോക്കൽ അന്തോറയിൽ മാത്രം ഓടുന്ന ബസ്സുകളും വരും. നമുക്ക് ആ സ്റ്റാൻഡിന്റെ അടുത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം. നിലവിൽ ഇവിടുന്ന് ഇന്റർനാഷണൽ സർവീസുകൾ പോകുന്നത് സ്പെയിനിലേക്കും ഫ്രാൻസിലേക്കുമാണ്. അൽസയുടെയൊക്കെ വണ്ടികളാണ് സ്പെയിനിലേക്ക് പോകുന്നത്. സ്പെയിനിലെ ബാഴ്സലോണയിലേക്കും ലെയ്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുമാണ് ഇവിടുന്ന് ബസ്സുകളുള്ളത്. ഫ്രാൻസിലേക്കാണ് തുളൂസിലേക്ക്. ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് ഇന്റർനാഷണൽ ബസ് നിലവിൽ സർവീസ് നടത്തുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ല ഇവിടെ വന്ന് നേരിട്ടാണെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ്, അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് കൗണ്ടറുകളും മറ്റും ഉണ്ട്. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ബസ്സുകൾ ഈ സൈഡിലാണുള്ളത്. ഇവിടെ ഓരോ ബസ്സിനും ഓരോ ലൈനാണുള്ളത്. L1, L2, L3, L4, L5, L6 എന്ന് പറഞ്ഞു അതിങ്ങനെ ഇവിടെ വരും. ഇവിടുന്ന് നിങ്ങൾക്ക് കയറി അന്തോറയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഈ ബസ് സ്റ്റാൻഡ് പണിതിരിക്കുന്നത് ഇതിന്റെ ഇവിടെ ഒരു നദിയുണ്ട്, വാലിര നദിയാണ് ഇത് അറിയപ്പെടുന്നത്. ആ നദിയുടെ മുകളിലാണ് അവരുടെ ബസ് സ്റ്റാൻഡിന്റെ ഓഫീസ് പണിത് വെച്ചിരിക്കുന്നത്. നദിക്ക് അപ്പുറവും ഇപ്പുറമാണ് ബസ്സുകൾ വരുന്നത്. അപ്പുറേ സൈഡിലേക്ക് ഇന്റർനാഷണൽ ബസ്സുകളും ഈ സൈഡില് ലോക്കൽ ബസ്സുകളും. ഒരു ഇന്റർനാഷണൽ ബസ്സാണ് വരുന്നത്, ബാഴ്സലോണയ്ക്ക് പോകുന്നത്. പുറകിൽ വരുന്നതാണ് മഞ്ഞ കളറുള്ള ബസ്സാണ് ഇവിടുത്തെ ലോക്കൽ ബസ്. അതിനെല്ലാം ലോക്കൽ ബസ്സുകൾക്കെല്ലാം മഞ്ഞ കളറാണ്. L2 എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, അത് എൻകാമ്പിന് പോകുന്ന ബസ്സാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട്. അന്തോറയുടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.